വെൽക്കം ബാക്ക് ടു ജസ്റ്റ് ബഷിംഗ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കാണ്. എനിക്ക് ഇവിടുന്ന് തിരിച്ച് പോകാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം വഴി ഭയങ്കര കുഞ്ഞാണ്. എനിക്ക് നല്ല പേടിയാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ടാണ്. കാണാൻ പറ്റും പൂക്കള്. ഗുഡ് ഡേ ബിസ്ക്കറ്റ് കഴിക്കാണ്. സിനിമാറ്റിക് ഇല്ലതില്ലേ ലില്ലിന്റെ ഒരു സാധനം. ആദ്യം കണ്ടു നമ്മൾ എന്തോ വേറാക്കിയാളാണ്. ഗാംഗ്രേന്ന് പൈസ കൊടുത്ത് എടുത്ത റൂം നമ്മൾ ചെക്കൗട്ട് ചെയ്തു. എന്നിട്ട് ഫ്രീ ആയിട്ട് ഗുരുദ്വാരയിൽ നമ്മുടെ ലഗേജ് വെക്കുകയാണ്. എന്തായാലും നമ്മൾ ഗാംഗ്രിയയിലോട്ട് തിരിച്ചു വരും വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്ക് ചെയ്ത ശേഷം. അപ്പോൾ ട്രക്ക് ചെയ്യണ സമയത്ത് ഇത്രയും ഭാരം കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ലഗേജ് നമ്മളവിടെ വെച്ചിട്ടുള്ളത്. സേഫ് ആണ് കേട്ടോ അവിടെ വെക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ എത്തി. നമ്മൾ 6 മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. 7 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. 4 മണിക്കാണ് വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. 4 അല്ല 3. നിങ്ങളിത് കാണുക. എന്തൊക്കെ വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേൾഡ് ഹെറിറ്റേജ് ഓഫ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഓഗസ്റ്റ് ലാസ്റ്റിലോട്ടായിട്ടാണ്. അപ്പോൾ ഇത്രയൊന്നും പൂക്കൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജൂലൈ ലാസ്റ്റോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അപ്പോഴൊക്കെ ആയിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക. പക്ഷെ ആ ഒരു സമയത്ത് മഴ കാരണം ഉത്തരാഖണ്ഡ് റോഡൊക്കെ സീനായിരിക്കും. രാവിലെ 7 മണിക്കാണ് എൻട്രി ടൈം. ഉച്ചയ്ക്ക് 12 മണി വരെയാണ് അവസാനമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളിൽ കടത്തി വിടില്ല. നമ്മളെ പോലെ തന്നെ 6 മണിക്കൊക്കെ വന്നിട്ട് വെറുതെ ഇങ്ങനെ പോസ്റ്റ് ആയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടപ്പോൾ നമുക്കൊരു സമാധാനമായി. ഹേംകുണ്ടിന്റെ അത്രയ്ക്ക് വാലി ഓഫ് ഫ്ലവേഴ്സ് ബുദ്ധിമുട്ടുണ്ടാന്നാണ് കേട്ടത്. നമുക്കിനി കണ്ടറിയാം. ഇത്രയും പേര് ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇനിയും തുറന്നിട്ടില്ല. വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ട് വരുമ്പോൾ നമുക്കറിയാതെ പോയ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ എൻട്രി ടൈം 7 മണിയാണെന്നുള്ളത്. സ്റ്റുഡന്റ് ID കാർഡ് ഉണ്ടെങ്കിൽ 200 രൂപയല്ല വെറും 100 രൂപ കൊടുത്താൽ മതി എന്നുള്ളത്. നമുക്കത് അറിയില്ലായിരുന്നു. നമ്മൾ 200 രൂപ കൊടുത്തു. ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ എവിടെ യാത്ര ചെയ്യണമെങ്കിൽ സ്റ്റുഡന്റ് ID കയ്യിൽ വെക്കുക. നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. മരുന്ന് ചീട്ട് പോലെ ഉണ്ട്. ജമുന ജലാലന്റെ അതേഴ്സ്. കറക്റ്റ് 7 മണിയായപ്പോൾ അവർ ഗേറ്റ് തുറന്നു. നമ്മളാട്ടോ ഫസ്റ്റ് എൻട്രി. 4 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് വേണം വാലി ഓഫ് ഫ്ലവേഴ്സ് എത്താൻ. പിന്നെ അവിടെ നിന്നും 2 കിലോമീറ്റർ നാളെ നമുക്ക് കുറെ കാണാൻ പറ്റും വാലി. എനിക്ക് കളിയൊന്നും അറിയില്ലട്ടാ. നമ്മളാണ് ഫസ്റ്റ് എൻട്രി. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എന്നാൽ ഒരു കഥ പറഞ്ഞു തുടങ്ങിയാലോ? 1931 ഫ്രാങ്ക് എസ് നേതൃത്വം നൽകിയിട്ടുള്ള 3 ബ്രിട്ടീഷ് മൗണ്ടൈനേഴ്സ് ഇങ്ങനെ മല കയറുകയാണ്. അവർ വഴിതെറ്റി കണ്ടുപിടിച്ച സ്ഥലമാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്. ഈ ഒരു വാലിൻ്റെ ആകർഷിക്കുന്ന സൗന്ദര്യം കണ്ട് അവരിട്ട പേരാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഇതിനെക്കുറിച്ച് ബുക്കും എഴുതിയിട്ടുണ്ട്. എൻ്റെ പല പേടികളിലൊന്ന് ഉയരാണ് കേട്ടോ. അതാണ് ഞാൻ ഇന്ന് കീഴടക്കാൻ പോകുന്നത്, കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പോയിട്ടുള്ള ഹേംകുണ്ടിന്റെ വഴി എന്ന് പറയുന്നത് കുറച്ചും കൂടി വീതിയുള്ളതും ഇത്രയ്ക്ക് ഡേഞ്ചറസും ആയിരുന്നില്ല. കുറച്ചുകൂടി ഹേംകുണ്ടിന്റെ വഴി സേഫാന്ന് തോന്നി. ഇത് നമ്മളിങ്ങനെ കല്ലൊക്കെ ചവിട്ടി കുന്നൊക്കെ കയറി കുറച്ച് ബുദ്ധിമുട്ടും. കരടി അലേർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ഗ്രിപ്പുള്ള ഷൂസ് വേണം കേട്ടോ ഇവിടെയൊക്കെ ട്രക്ക് ചെയ്യാൻ. ഇനി ഫുള്ള് കല്ലും കട്ടിയുള്ള വഴിയാണ്. ഹേംകുണ്ട് പോലെയല്ല, സൂക്ഷിച്ച് നടക്കണം. വഴിയൊക്കെ നല്ല ചെറുതാണ്. ഹേംകുണ്ടിന്റെ വഴി നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ട പോലെ കുറച്ചും കൂടി വൃത്തിക്കുള്ള റോഡാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞു റോഡാണ്. ശ്രദ്ധിച്ച് സാവധാനത്തിൽ തന്നെ ഇവിടെ നടക്കണം. റോഡെന്ന് പോലും പറയാൻ പറ്റില്ല, കുറച്ച് കല്ലൊക്കെ വെച്ച് ചേർത്തിട്ടുള്ള വഴി. ഇനി ഞാൻ വേറൊരു ചരിത്രം പറയാം. ഇത് ഞാൻ തിരിച്ചു വരുമ്പോഴാട്ടോ അറിഞ്ഞത്. തിരിച്ചു വരുമ്പോൾ അറിഞ്ഞത് നന്നായി. 1939 ലേഡി ജോൺ മാർഗരറ്റ് എന്ന് പറയുന്ന ഒരു ബൊട്ടാനിസ്റ്റ് വാലി ഓഫ് ഫ്ലവേഴ്സിൽ എത്തുകയാണ്. എന്തിന്? പൂക്കളെ കുറിച്ച് പഠിക്കാൻ. ഓൾറെഡി 1931 ഫ്രാങ്കസും കൂട്ടാളികളും വാലി ഓഫ് ഫ്ലവേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു കേട്ടോ. മാർഗരറ്റ് അങ്ങനെ വാലിക്ക് പോകുന്ന വഴി കാല് സ്ലിപ്പായിട്ട് വീഴുകയാണ്. അവന് മൃതദേഹം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മാർഗരറ്റിന്റെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ സഹോദരി അവിടെ ഒരു മെമ്മോറിയൽ പണിയാണ്. മാർഗരറ്റ് പറഞ്ഞ വാക്കുകളാണ്, I will lift up mine eyes unto the hills from whence cometh my help. ഈ കഥയൊക്കെ ഞാൻ വാലി ഓഫ് ഫ്ലവേഴ്സ് കണ്ടു കഴിഞ്ഞ് ആസ്വദിച്ച് മനസ്സൊക്കെ കുളിർമയായി താഴെ ഗാംഗ്രി എത്തിയിട്ട് കേട്ട കഥയാണ്. സത്യസന്ധമായിട്ട് എനിക്കുണ്ടായ പേഴ്സണലായിട്ട് അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ട്രക്കിംഗ് ആയിരുന്നു.
ഹൈറ്റൊന്നും അത്ര പേടിയില്ലാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാം. മാത്രമല്ല കുറച്ചൊക്കെ ട്രക്ക് ചെയ്ത് ശീലമുള്ള ആൾക്കാരായിരിക്കണം. സ്കൂളിൽ റണ്ണിങ് റേസിന് പോലും പങ്കെടുക്കാത്ത ഞാനൊക്കെ ട്രക്കിങ്ങിന് വന്ന ഇങ്ങനെ ഉണ്ടാവും. കുറേ പേര് കഷ്ടപ്പാടുണ്ടെങ്കിലും വാലി ഓഫ് ഫ്ലവേഴ്സ് പോയല്ലോ എന്നുള്ളതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ആ കൂട്ടത്തിലല്ല. എനിക്കുണ്ടായ ഓണസ്റ്റ് ആയിട്ടുള്ള അനുഭവമാണ് ഞാൻ യൂട്യൂബിലിടാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് തിരിച്ച് പോകാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം വഴി ഭയങ്കര കുഞ്ഞാണ്. എനിക്ക് നല്ല പേടിയാണ്. ഇവിടെ നിന്ന് മുന്നോട്ടിന് ഞാനില്ല, ഒരൊറ്റ അടി പോലും ഞാൻ എടുത്ത് വെക്കില്ല എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് ഒരു നല്ല മനുഷ്യനെ പരിചയപ്പെടുന്നത്. ഈ വ്യക്തിയാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. കരയണ്ട, കരഞ്ഞാൽ ഒന്നും കൂടി പേടി കൂടുകയാണ് ചെയ്യുക, ധൈര്യത്തിൽ മുന്നോട്ട് നടക്ക്, അപ്പൊ തീർച്ചയായിട്ടും നിനക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്ത്. ഐ ഓവ് ഹിം എ ബിഗ് താങ്ക്സ്. ഈ ഒരു വഴി ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. ഇവിടെ തൊട്ടിട്ടാണ് ഞാൻ കരയാൻ തുടങ്ങിയത്. ഭയങ്കര കുഞ്ഞു വഴിയായിരുന്നു, ഒരു കാല് രണ്ട് കാല് വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. മാത്രമല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കുഞ്ഞു കുഞ്ഞു ഉരുളക്കല്ലുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് സ്ലിപ്പായ താഴെ കൊക്കയൊക്കെ വീഴും. നല്ല രീതിക്ക് വഴുതുന്ന വഴിയായിരുന്നു. പിന്നെയും ഈ ഒരു വഴി കൂടെ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും കേട്ടോ. മറ്റേ വഴിയാണ് കുറച്ചും കൂടി സീന്. അങ്ങനെ കരച്ചിലും വീഴ്ചലൊക്കെ ആയിട്ട് വാലി ഓഫ് ഫ്ലവേഴ്സ് എത്തിയിരിക്കുകയാണ്. കുറേ പൂക്കളും മലയും ആകാശമൊക്കെ കാണാൻ പറ്റും. भैया वो देखो बर्फ है, वो देखो बर्फ है नीचे, बर्फ बर्फ आइस आइस. भैया ओ से हाय. हाय. 1939 എന്നൊക്കെ പറയുമ്പോൾ തീരെയും വഴി ഉണ്ടാവില്ല. ഇപ്പോഴാണ് കുറച്ചൊക്കെ വഴി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും മാർഗരറ്റ് വീണിട്ടുള്ളത്. ഒരു ബോട്ടിൽ വെള്ളവും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഫുഡും ഗ്ലൂക്കോസ് പൊടിയൊക്കെ കരുതാൻ മറക്കരുത്. ഗുഡ് ഡേ ബിസ്ക്കറ്റ് കഴിക്കാനാണ്. ശരിയായ ആളൊക്കെ എന്താ ഇടുക്കി. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് വെയിലൊക്കെ അടിക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷെ എന്നാലും അത്ര ടയേർഡൊന്നും ആവില്ല, കാരണം വളരെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഴയും പെയ്യുന്നില്ല, പക്ഷെ തണുപ്പും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിമാലയൻ പർവ്വതങ്ങളാണ്. ഇനി കുറച്ചു നേരം വാലി ഓഫ് ഫ്ലവേഴ്സിന്റെ ചരിത്രം കേട്ടാലോ. 1982 വാലി ഓഫ് ഫ്ലവേഴ്സ് ഒരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. ഉത്തരാഖണ്ഡുള്ള ചാമോലി എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല വളരെ റെയർ ആയിട്ടുള്ള മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഏഷ്യറ്റിക് ബ്ലാക്ക് ബിയർ, സ്നോ ലെപ്പാർഡ്, മസ്ക് ഡിയർ, അതുപോലെ തന്നെ പക്ഷികളായിട്ടുള്ള ഹിമാലയൻ പെസന്റ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കണ്ടില്ല കേട്ടോ. പക്ഷിയും കണ്ടില്ല, മൃഗങ്ങളും കണ്ടില്ല. ഒരുപക്ഷെ അതൊക്കെ ഉൾക്കാടിലായിരിക്കും, ഡീപ്പ് ഫോറസ്റ്റ് എന്നൊക്കെ പറയില്ലേ. നമ്മൾ വിചാരിക്കും വാലി ഓഫ് ഫ്ലവേഴ്സ് എത്തിയെന്ന്, കാരണം പോകുന്ന വഴി ഇഷ്ടം പോലെ വെറൈറ്റി ഫ്ലവേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ വാലി ഓഫ് ഫ്ലവേഴ്സ്. ശരിക്കും കുറേ വാലി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. അവിടേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. ഇനിയും കുറച്ചും കൂടി നടക്കാനുണ്ട്. 4 കിലോമീറ്ററാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് എത്താൻ വേണ്ടി നമ്മൾ നടക്കേണ്ടത്. പക്ഷെ അതൊക്കെ നമ്മൾ കടന്നു. 4 കിലോമീറ്ററും കഴിഞ്ഞ് പിന്നെ 2-3 കിലോമീറ്റർ നടന്നാലാണ് വാലി എത്തുക. പിന്നെ വാലി എത്തിയിട്ട് 3 കിലോമീറ്റർ നടന്നാലാണ് ആ മാർഗരറ്റ് എന്ന് പറയുന്നവരുടെ ഒരു മെമ്മോറിയൽ കാണാൻ പറ്റുക. പക്ഷെ അത്രയ്ക്കൊക്കെ നടന്നു പോകാനുള്ള സമയം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കരിഞ്ഞു പോയ പൂക്കളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേയൊക്കെ പൂക്കൾ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ ബ്ലൂം ചെയ്ത് നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേ മലകൾ കാണാൻ പറ്റും. ആ വ്യൂ നല്ല ഭംഗിയായിരുന്നേ. കുറേയൊക്കെ നമ്മൾ വന്ന വഴി ഇങ്ങനെ ഒന്നും കാണാതെ ബോറടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വാലി ഓഫ് ഫ്ലവേഴ്സ് ഇങ്ങനെ എത്തുമ്പോൾ ഉള്ളിലുണ്ടാവുന്ന ഒരു സന്തോഷമല്ലേ, അത് ശരിക്കും റിയൽ ആയിരുന്നു. ഇവിടെ ഒരു കുഞ്ഞു ബ്രിഡ്ജ് കണ്ടില്ലേ? ബ്രിഡ്ജ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് അപ്പുറത്താണ് ശരിക്കും വാലി ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ എത്തുക. ഫൈനലി നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സ് എത്തിയിരിക്കുകയാണ്. ദാറ്റ് ഫേസ് ഗ്ലോ ആഫ്റ്റർ എ ക്രൈ, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വാലിയിൽ വലിയ വലിയ പാറക്കല്ലുകൾ ഉണ്ടായിരുന്നേ. അതിലിരുന്ന് ഇങ്ങനെ മലകളും പൂക്കളൊക്കെ ആസ്വദിക്കാൻ നല്ലൊരു ഫീലായിരുന്നു. ഒരു മെഡിറ്റേഷൻ പോലെയൊക്കെ ഒരു ഫീല്. സിനിമാറ്റിക് ഇല്ലതില്ലേ? തുടങ്ങിക്കണ്. ഇനിയും അങ്ങോട്ട് നടന്ന് കാണാട്ടോ. പക്ഷെ ഇത്രയും ദൂരം ട്രക്ക് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഒരൊറ്റ പ്ലേസ് നല്ല രീതിക്ക് ആസ്വദിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്നു. സത്യം പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടൊക്കെ മലയിലിട്ടിട്ട് വരാൻ തോന്നും. ഞാൻ എൻ്റെ ഭാരം അങ്ങ് ഇറക്കി വെച്ചു. അല്ലെങ്കിലും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. മനസ്സ് മൊത്തം ബ്ലാങ്ക് ആയിരിക്കും. ഒരു സമാധാനം, ഒരു കാംനെസ് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ദൂരം നടന്നെത്തി കാണാനുള്ളത് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ടാണ്.
കാണാൻ പറ്റും പൂക്കള്. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. സത്യം പറയുകയാണെങ്കിൽ ഹേംകുണ്ടിനേക്കാളും ഇഷ്ടമായത് നമുക്ക് എല്ലാവർക്കും വാലി ഓഫ് ഫ്ലവേഴ്സ് തന്നെയാണ്. സംഭവം കുറച്ച് മുഷ്കിൽ രാസ്തയാണെങ്കിൽ പോലും സീനറി കൊള്ളാം, ഫീല് കൊള്ളാം. അങ്ങ് ദൂരെ ഒരു വ്യക്തി ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ചുമ്മാ എടുക്കണമെന്ന് തോന്നി. ശരിക്കും ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ഒരു പാറമ കയറി ഇരുന്ന് ഈ മലകളും പൂക്കളിലേക്ക് നടുവിലിരിക്കുമ്പോൾ അതൊരു വേറെ ഫീൽ തന്നെയാണ്. ഒരു തെറാപ്പി എന്നൊക്കെ പറയില്ലേ, ദ ഗ്രേറ്റ് എസ്കേപ്പ് ഇൻ ടു നേച്ചർ. എന്നാ പേരറിയാത്ത കുറേ പൂക്കളവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പൊതുവേ നമ്മളിങ്ങനെ പാർക്കിലൊക്കെ പോയ പൂക്കളുടെ അടുത്ത് പേരുണ്ടാവില്ലേ, പക്ഷെ ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. ഗാംഗ്രിയയിൽ 50 രൂപയ്ക്ക് വാലി ഓഫ് ഫ്ലവേഴ്സിന് ഡോക്യുമെൻ്ററി ഉണ്ട്. വേണമെങ്കിൽ അത് കണ്ടിട്ട് വരാം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. മറ്റേ ലില്ലിയില്ലേ കാർട്ടൂണ്, ആ ലില്ലിന്റെ ഒരു സാധനം ആദ്യം കണ്ടു നമ്മൾ. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് വാലി ഓഫ് ഫ്ലവേഴ്സിലാണ്. ും നമ്മൾ അവസാനം എത്തിയിട്ടുണ്ട്. അതിന്റെ അറ്റത്തെങ്കിലും നമ്മൾ പകുതി വാലി ഓഫ് ഫ്ലവേഴ്സ് കണ്ട് നമ്മൾ ഇന്നലെ ഹേംകുണ്ട് പോയി. മലയാളികളുണ്ട്. വീഴും പൂക്കൾ ഓളങ്ങൾ തന്നേതോ തേരിൽ പരവറിയാതെല്ലോ. എന്തെങ്കിലും സ്റ്റെപ്പ് ഇട, ലാസ്റ്റ് റീലാക്കാം. അതാണ് പേടി, അതുകൊണ്ടാണ് എന്തെങ്കിലും സ്റ്റെപ്പ് ഇടാൻ പറ്റാത്തെ. സ്റ്റാർട്ട്. ഇഷ്ടം പോലെ യാത്രക്കാർ വർഷാവർഷം ഇവിടെ വന്നു പോകുന്നുണ്ട്. ടോട്ടൽ ഉത്തരാഖണ്ഡ് യാത്ര 5 പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കാണാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്റ്റ് ടച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ടാറ്റാ ബൈ ബൈ. എന്തോ വേറാക്കിയാളത് കട്ട് ചെയ്തോ. അതിങ്ങനെ തലോടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാ.